നേരത്തെയൊക്കെ സ്കിൻ നല്ല രീതിയിൽ അടിപൊളി ആൻഡ് ഹെൽത്തി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. വെയിൽ ഒരുപാട് കൊള്ളുന്നുണ്ട്, നല്ല ടയേർഡാണ്, സ്ട്രെസ്സ് കൂടുതലാണ്. അങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മുഖത്ത് അനാവശ്യമായിട്ടുള്ള കുറേ പാടുകൾ, ഡൾനെസ്, ഡെഡ് സെൽസ് അക്യുമുലേറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഡൾനെസ് ഒക്കെ ഉണ്ട്. വെയിലേറ്റ കരിവാളിപ്പും പിഗ്മെൻറ്റേഷനും നല്ലോണം ഉണ്ട്. ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മുടെ സ്കിന്നും ഹെൽത്തും നമ്മൾ നോക്കുക തന്നെ വേണം. അതൊരു ബെയർ മിനിമമാണ്. അത് ഭയങ്കര ലക്ഷറിയോ അല്ലെങ്കിൽ കുറച്ച് പേര് മാത്രം ചെയ്യേണ്ട കാര്യമോ ഒന്നുമല്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആക്കാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇത് നിങ്ങളുടെ സ്കിന്ന് സെറ്റ് ആവോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ആക്കാം, അതും വളരെ അഫോർഡബിൾ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇത് ഉൾപ്പെടുത്താം, നമ്മുടെ സ്കിന്ന് ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്ലോയിങ് ആക്കി കൊണ്ടുവരാം, നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് അടിപൊളിയാക്കാം. ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ഓൾ ഓഫ് യു, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കിൻ ഓൾറെഡി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. മുടിയൊക്കെ പുറകിലോട്ടാക്കി കെട്ടിവെക്കുക. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിരിക്കും. സോ ഫസ്റ്റ് നമ്മളൊരു ബൗൾ എടുക്കുക. അത് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്യുന്നതിന് മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തേക്കുന്നത് തൈരാണ്. തൈര് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന എടുക്കാം, പുറത്തുനിന്ന് വാങ്ങുന്ന എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. നല്ല കട്ട തൈര് നോക്കി എടുക്കുക. അതാകുമ്പോൾ നമുക്കിങ്ങനെ ഒലിച്ച് വരത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. കട്ട തൈരാകുമ്പോൾ നല്ല തിക്കായിരിക്കും, നല്ല മോയ്സ്ചറൈസിങ് ആയിരിക്കും. സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിട്ട് വർക്കാകും. നോർമൽ സ്കിന്നും യൂസ് ചെയ്യാം. ഒപ്പം ഞാനിതിലോട്ട് കുറച്ച് മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിൻ്റെ കൺസിസ്റ്റൻസി ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എടുത്തത് ഒരുപാട് വെള്ളം പോലെ അല്ലാത്ത തൈരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മുൾട്ടാണി മിട്ടി ചേർത്താൽ മതി. നന്നായിട്ട് തിക്ക് പേസ്റ്റാക്കി എടുക്കാനായിട്ട് പറ്റും. മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നെ ഗ്ലോ ആക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അടുത്തതായിട്ട് ഈ ഒരു സംഭവം കൂടെ വേണം. ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസും ഇൻഗ്രീഡിയൻസും എല്ലാം അറിയാനായിട്ട് പറ്റും. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഓൺലൈനായിട്ട് കിട്ടും, കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണോ പറ്റുന്നത് അത് നിങ്ങൾ മേടിച്ച് യൂസ് ആക്കുക. ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കയ്യിലുള്ളത് ആ ഒരു മഞ്ഞൾ എടുക്കാം. ഞാൻ കൂടുതലായിട്ടും ഇതാണ് യൂസ് ആക്കുന്നത്, അതുകൊണ്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ, എത്രയാണോ നമ്മൾ മുൾട്ടാണി മിട്ടി എടുക്കുന്നത് അതിൻ്റെ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ അര ഭാഗം അത്രയും മാത്രം നമ്മൾ മഞ്ഞളിൻ്റെ പൊടി എടുത്താൽ മതി. മഞ്ഞൾ ഒരുപാട് യൂസ് ആക്കരുത്. അത് സ്കിന്ന് നമുക്ക് ചിലപ്പോൾ സെറ്റ് ആവില്ല. അതുപോലെ തന്നെ നമുക്ക് മേ ബി ഒരു നീറ്റൽ പോലെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് അത് എടുക്കരുത്, വളരെ കുറച്ചെടുക്കുക. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമുക്ക് നല്ല രീതിയിൽ മഞ്ഞ കളർ മുഖത്തുണ്ടാവും മഞ്ഞൾ കൂടുതൽ എടുത്താൽ. സോ ഏറ്റവും കുറവ് മാത്രം യൂസ് ആക്കുക. അടുത്തതായിട്ട് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ സൺടാനൊക്കെ ഭയങ്കര കൂടുതലാണ്, സ്കിൻ മൊത്തത്തിൽ അങ്ങ് ഡള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ആക്കാം. ഒരൊറ്റ ദിവസം മാത്രം 2 ആഴ്ചയിലോ ഒരാഴ്ചയിലോ യൂസ് ആക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കിത് ബ്രേക്കൗട്ട് ഉണ്ടാക്കും, അതായത് മുഖക്കുരു വരുത്തുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. നിങ്ങളിത് ഉപയോഗിക്കരുത്. അതിന് പകരമായിട്ട് തക്കാളി അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാല് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. തൈര് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. തൈരും പാലും ഒക്കെ സെറ്റ് ആവാത്തവരാണെങ്കിൽ അത് മുഴുവനും സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ സെറ്റ് ആവുന്നത്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഫേസ് പാക്ക് എന്തിലാണ് നിങ്ങൾ മിക്സ് ആക്കുന്നത്. റോസ് വാട്ടർ വരെ നമുക്ക് യൂസ് ആക്കാം. റോസ് വാട്ടറാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. തക്കാളി ആകുമ്പോൾ അരച്ചൊക്കെ എടുക്കണമല്ലോ. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കുക, കലക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് യൂസ് ആക്കാം. ഈ 3 ഇൻഗ്രീഡിയൻസും ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് വേണം നമ്മളിനി ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. വളരെ എളുപ്പമാണ്, ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആണ്. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും, കുറഞ്ഞത് ഒരു 3 ദിവസമെങ്കിലും യൂസ് ആക്കുക. 5 ദിവസമൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 ദിവസമൊക്കെ യൂസ് ആക്കുക. ഇത് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഭാഗമാക്കി മാറ്റാം. എന്നാൽ മാത്രമായിരിക്കും നമുക്കിത് നല്ല റിസൾട്ട് തരുന്നത്. അടിപൊളിയായിട്ടുള്ള സ്കിന്ന് സോഫ്റ്റ് ആവാനും ഗ്ലോ ആകാനും ഒക്കെ സഹായിക്കുന്നത്.
ചെയ്യുന്നത്. പിന്നെ ഇത് നിങ്ങൾ സ്ക്രബ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഏറ്റവും അവസാനം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ചെയ്താൽ മതി. എനിക്ക് ചെറിയ രീതിയിൽ തൊണ്ട അടഞ്ഞിരിക്കുകയാണ്, അതെൻ്റെ സൗണ്ട് ഇങ്ങനെ കൊര 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 കര 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 എന്നൊക്കെ ഇരിക്കുന്നത്. സോ പ്ലീസ് എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. ഇനി നമുക്ക് ഫേസിലോട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മുഖമൊക്കെ കഴുകി ഫേസ് വാഷ് സോപ്പൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. രണ്ടും അല്ല, ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. അങ്ങനെ കഴുകിയിട്ടുണ്ട്. മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു മേക്കപ്പ് ക്ലെൻസർ അല്ലെങ്കിൽ പാല്, എണ്ണ ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മേക്കപ്പ് കഴുകിക്കളയാറില്ലേ, അതുപോലെയൊക്കെ കഴുകിക്കളയാം. മുഴുവനും പോയതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഭയങ്കര സൂത്തിങ് ആണ് കേട്ടോ. മഞ്ഞളിൻ്റെ മണമൊക്കെ നമ്മൾ രാത്രിയൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കുന്ന സമയത്തുണ്ടല്ലോ, ഭയങ്കര സൂത്തിങ് ആണ്. നന്നായിട്ട് നമുക്കൊരു റിലാക്സിങ് പാമ്പറിങ് റുട്ടീനൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രബ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യട്ടെ. എന്തൊരു സ്കിൻ കെയർ ആണോ നിങ്ങൾ ചെയ്യുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് ഇതും കൂടെ യൂസ് ആക്കാം. ഈ ഒരു സംഭവത്തിൽ നമ്മൾ ആകെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല സോഫ്റ്റാണ്. അതിൽ നമുക്കിങ്ങനെ തരിതരിപ്പുള്ളത് ആകെ കൂടെ കുറച്ച് മഞ്ഞൾ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതാണ് ഒരു അല്പമെങ്കിലും തരിതരിപ്പുള്ളത്. മുൾട്ടാണി മിട്ടിയൊക്കെ വെള്ളത്തിൽ അല്ലെങ്കിൽ തൈരിലൊക്കെ കുഴച്ചെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആകും. അതൊരു ക്ലേ ഫോമിലാണ് ഉണ്ടാകുന്നത്. മെഴുകുപോലെ അങ്ങനെ ഇരിക്കും. നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്രീം പോലെയായിട്ട് മാറും. അത്രയും ഫൈനാണ് മുൾട്ടാണി മിട്ടി. അത് ഒരു ക്ലേ ഫോമിലുള്ളതല്ലേ, അതുകൊണ്ട് അതിൽ യാതൊരുവിധ സ്ക്രബിങ് ആയിട്ടുള്ളൊരു സംഭവം ഇല്ല. സ്റ്റിൽ നിങ്ങൾ ഒരു 15 വയസ്സിനൊക്കെ മുകളിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിലൊക്കെയാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് സ്ക്രബായിട്ടും യൂസ് ആക്കാം. പിന്നെ നിങ്ങൾ ഫിസിക്കൽ എക്സ്പോളിയേറ്റേഴ്സ്, അതായത് അരിപ്പൊടിയൊക്കെ വെച്ച് സ്ക്രബ് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആവശ്യമില്ല കേട്ടോ. ഇത് തന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് യൂസ് ആക്കാൻ പറ്റും. ഭയങ്കര മൈൽഡാണ്. ഈവൻ ഒരു 15-20 വയസ്സിനൊക്കെ ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഒരു മൈൽഡ് സ്ക്രബായിട്ട് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. വളരെ ജെൻറ്റിലാണ്. ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ സ്ക്രബ് ചെയ്താൽ മതി. എല്ലാ ദിവസവും ഒന്നും സ്ക്രബ് ചെയ്യേണ്ട. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങളിത് യൂസ് ആക്കുമ്പോൾ ജസ്റ്റ് നിറയെ വെള്ളം തളിച്ചു കൊടുക്കുക. എന്നിട്ട് അതങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഫേസിൽ മുഴുവനായിട്ടും നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിരിക്കുക. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യരുത്. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം സ്ക്രബ് ചെയ്താൽ മതി. അതിപ്പോൾ ആരായാലും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടും. അത് ഭയങ്കര സൂപ്പർ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പക്ഷെ നമ്മൾ ഇത്ര നിസ്സാര കാര്യമില്ലേ എന്ന് കരുതി തള്ളിക്കളയും പലപ്പോഴും. പക്ഷെ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളത് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാത്തത്. ഉറപ്പായും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടർ ഞാൻ അതുപോലൊരു കുപ്പിയിലാക്കി വെച്ചിരിക്കും കേട്ടോ. അപ്പം ഞാൻ അടുത്ത തവണ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഞാൻ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. സിമ്പിളാണ്, എന്നാലും കാണിച്ചു തരാം. ഓക്കെ, അടുത്തതായിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ ഏതാണോ യൂസ് ആക്കുന്നത് അത് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ റോസ് വാട്ടർ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഈ ഒരു ക്രീം കൂടെ, ഏതെങ്കിലും ഒരു ക്രീം കേട്ടോ, നിങ്ങൾക്ക് ഏതാണോ യൂസ് ആക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ യൂസ് ആക്കിയാൽ മതി. നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ. ഓക്കെ, രാത്രി സമയങ്ങളിൽ ചെയ്യുമ്പം സൂപ്പർ എഫക്റ്റീവ് ആയിരിക്കും. സമയമില്ലാത്തവർ പകൽ ചെയ്യുക. പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ട് പോവുക. അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ചെയ്യാം. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.